ഇന്ന് നമുക്ക് ഒരു പെൻസിൽ പൗച്ച് ഉണ്ടാക്കാം. നമ്മുടെ വീട്ടിൽ കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതല്ലേ, അപ്പൊ അവർക്ക് പിന്നെ നമ്മുടെ കൈ കൊണ്ട് ഒരു പെൻസിൽ പൗച്ച് ഉണ്ടാക്കി കൊടുക്കുമ്പോഴുണ്ടല്ലോ അവരുടെ സന്തോഷം ഒന്ന് കാണുന്നതാണ്. നമുക്ക് ഒരു ഭയങ്കര ഹാപ്പി ആയിരിക്കും. അപ്പൊ ഇന്ന് നമുക്കൊരു പെൻസിൽ പൗച്ച് ഉണ്ടാക്കാം. ഞാനിപ്പോ 10 ഇഞ്ചാണ്, 10 ഇഞ്ച് നീളത്തിലും 10 ഇഞ്ച് വീതിയിലും ഒരു തുണി മുറിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. അതില് ഒരെണ്ണത്തിൽ ഞാൻ മറ്റേ പേപ്പർ സ്റ്റിഫ് ഉണ്ടല്ലോ, എന്താണ് പേപ്പർ ക്യാൻവാസ് ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് ഒരെണ്ണത്തിൽ. എന്നിട്ട് ഇതിനെ നമുക്കിപ്പോ നമുക്കിതിനെ ഈ 4 സൈഡും ഒന്ന് അടിച്ചെടുക്കാവേ. ഇങ്ങനെ അടിച്ചെടുത്ത് എന്നിട്ട് നമുക്കിവിടെ ഇതിന്റെ ഒരു സൈഡിലായിട്ട് സിബ് വെക്കാവേ. ഇങ്ങനെ വെച്ച് ഒന്നും കൂടെ അടിക്കാം. ഇങ്ങനെ ഒന്നും കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാവേ. എന്നിട്ട് ഇനി ഇതിനെ ഇങ്ങനെ വെച്ച് ഇവിടെ ഇങ്ങനെ സെന്റർ ഇവിടെ ഇങ്ങനെ അടയാളപ്പെടുത്തണം. ഇങ്ങനെ വെച്ച് ഇവിടെ ഒന്ന് ഒരു നോച്ചിട്ട് കൊടുക്കണം. എന്നിട്ട് ഇതിനെ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ വെച്ച് ഈ സിബിന്റെ ഈ സെന്റർ ആയിട്ട്, അതേപോലെ ഇവിടെയും ഇങ്ങനെ ഈ സെന്ററും ആയിട്ട് വെച്ച് ഇങ്ങനെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. എളുപ്പമാണ് കേട്ടോ. നമ്മുടെ കുഞ്ഞുങ്ങൾക്കുണ്ടല്ലോ ഇത് ഭയങ്കര സന്തോഷമായിരിക്കും, അവർ ഹാപ്പി ആയിരിക്കും. അവരുടെ ഡ്രസ്സിന്റെ കളറിലുള്ള അതേ മെറ്റീരിയലൊക്കെ ചെയ്തു കൊടുത്താലുണ്ടല്ലോ അവർ ഭയങ്കര സന്തോഷമായിരിക്കും അവർക്ക്. അങ്ങനെയൊക്കെ ചെയ്തു കൊടുത്താല് അവര് ഫ്രണ്ട്സിനെയൊക്കെ കൊണ്ട് കാണിക്കുക, എന്റെ അമ്മച്ചി ഇത് തന്നതാ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഹാപ്പി. അവർക്ക് ഭയങ്കര ഒരു മനസ്സിന് ഭയങ്കര ഒരു ഇതായിരിക്കും. എന്റെ അമ്മ ചെയ്തു തന്ന എല്ലാവരെയും കാണിക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞ് സ്കൂളിൽ പോകാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇത് എല്ലാവരെയും ഒന്ന് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇവിടെയും നമുക്ക് ഇതേപോലെ സ്റ്റിച്ച് ചെയ്യാം. അതിനു മുന്നേ ഞാൻ ഒരു ലൂപ്പ് ഇതേപോലെ ഇങ്ങനെ അടിച്ചിങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് അകത്തൊന്ന് ഇട്ട് കൊടുക്കാവേ. അകത്തിങ്ങനെ വെച്ച് സ്റ്റിച്ച് ചെയ്യാം. വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് നേരത്തെ ചെയ്തതുപോലെ തന്നെ അപ്പുറത്ത് ചെയ്തതുപോലെ തന്നെ നമുക്ക് ഇതും ഇവിടെയും ഇങ്ങനെ സ്റ്റിച്ച്. ഇതങ്ങ് കട്ട് ചെയ്ത് കളയാവേ. ഇതിങ്ങനെ നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇനി നമുക്ക് ഈ ഓരോ ഇഞ്ച് വീതം ഇങ്ങനെ ഒരു സ്ക്വയർ കട്ട് ചെയ്ത് മാറ്റണം. ഇങ്ങനെ ഓരോ ഇഞ്ച് വീതം ഈ 4 സൈഡും കട്ട് ചെയ്ത് മാറ്റണം. ഓക്കെ. മാറ്റിയിട്ട് ഇതിനെ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ വെച്ചിട്ട് ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. സ്റ്റിച്ച് ഇങ്ങനെ ഇട്ട് കൊടുക്കണം. അതുപോലെ
വെച്ച് ഇങ്ങനെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. ഇതുപോലെ 4 സൈഡും അങ്ങനെ ചെയ്യണം. ഈ സൈഡും അതുപോലെ ചെയ്യണം. ഇങ്ങനെ തുറന്ന് ഇങ്ങനെ തിരിച്ചിട്ടെടുക്കണം. കണ്ട പൗച്ച് റെഡി. ഇനി ഇതിനകത്ത് നമുക്ക് പെൻസിലും പെന്നും ഒക്കെ എന്ത് വേണോ ഇടാം. പേഴ്സായിട്ട് വേണമെങ്കിൽ നമുക്ക് ഇച്ചിരി പൈസയൊക്കെ ഇട്ട് കൊണ്ടുപോകണമെങ്കിൽ അങ്ങനെ ചെയ്യാം. കണ്ടോ, ഇവിടെ ഇനി ഇവിടെ കുറച്ചുകൂടെ ഇങ്ങനെ ഭംഗിയായിട്ടൊക്കെ എടുത്തു. ഓക്കെ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ കുഞ്ഞു മക്കൾക്കൊക്കെ ഇത് ചെയ്തു കൊടുക്കണം കേട്ടോ. ഇത് ഞാൻ ഇപ്പൊ 10 ഇഞ്ചാണ്, മതിയാകും. പിന്നെ വലിയ പെൻസിലൊക്കെ ആണെങ്കിൽ ഇച്ചിരി കൂടി കൂടുതൽ എടുത്താലും നിങ്ങളുടെ ഇഷ്ടം, ഇച്ചിരി അളവ് കൂട്ടിയെടുത്താലും ഒരു 15 ഇഞ്ചോ ഒക്കെ ആക്കി, വീതിയും നീളവും ഒരുപോലെ തന്നെ ഇരിക്കണം, ആക്കി എടുത്താലും മതി. ഓക്കെ, പൗച്ച് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയും ഞാൻ നല്ല ഇതേപോലെയുള്ള ഓരോ ഇതുമായിട്ട് വരാം, ഓരോന്നും ചെയ്ത് കാണിക്കാം. നിങ്ങൾ എല്ലാവരും ചെയ്തു നോക്കണം, താല്പര്യമുള്ളവരെല്ലാവരും ചെയ്തു നോക്കണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. പിന്നെ എനിക്ക് ലൈക്ക് തരണം, ഇത് ഷെയർ ചെയ്യണം, എല്ലാവരിലും എത്തണം. അറിയാൻ പാടില്ലാത്തവർക്ക് എല്ലാവരും ചെയ്ത് പഠിച്ചോട്ടെ. അതേപോലെ കുഞ്ഞു മക്കൾക്കും അവരുടെ യൂണിഫോമിന്റെ തുണി ഇതേപോലെ ഇച്ചിരി തുണി മതിയല്ലോ, ബാക്കിയുണ്ടെങ്കിൽ അതിലൊക്കെ ചെയ്തു കൊടുക്കുമ്പോൾ അവർക്ക് ഭയങ്കര മാച്ചായിട്ട് കൊണ്ടുപോകുമ്പോൾ കുട്ടികളെയൊക്കെ കൊണ്ട് കാണിക്കാൻ അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും കേട്ടോ. എല്ലാവരും ചെയ്ത് നോക്കണം, എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, ഇനി ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം. താങ്ക് യു.